കല്യാണം കഴിഞ്ഞെന്നല്ലേ പറഞ്ഞേ? വിവാഹം രഹസ്യമായിരിക്കുമോ? VIP call sound. അച്ഛാ നിക്കച്ചാ. അച്ഛാ അച്ഛാ നമ്മൾ സ്റ്റേജിലല്ല താഴെ ഇരിക്കണ്ടേ? നോ നോ, നിങ്ങൾ രണ്ടുപേരും സ്റ്റേജിൽ മാഡത്തിന്റെ അടുത്ത് തന്നെ ഇരിക്കും. വാടാ. Hi. Hi. What's your name? ആകാശ്. ഗുഡ് ഈവനിങ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഈ പരിപാടി ഏറ്റവും മനോഹരമാക്കാൻ നമ്മുടെ പ്രിയപ്പെട്ട നടി കല്യാണി എത്തിച്ചേർന്നിട്ടുണ്ട്. അവരുടെ സാന്നിധ്യത്തിൽ ഞങ്ങൾ അഭിമാനം കൊള്ളുന്നു. ഇനി നിങ്ങളോട് സംസാരിക്കുന്നത് നമ്മുടെ ചീഫ് ഗസ്റ്റ് മിസ് കല്യാണി. Good evening, everybody. First thing I like to say, it's a huge pleasure for me to be here and distribute the prizes for all the winning students in the evening. ഹലോ എടാ നിന്നെ ടിവിയിൽ കാണിക്കുന്നു. Really? ഞാനിപ്പോ ഫിലിം സ്റ്റാർ കല്യാണിയുടെ കൂടെ ഉള്ളേ. അവരുടെ കൂടെ ഞാൻ സെൽഫി ഒക്കെ എടുത്തു. നടി കല്യാണി വിവാഹം കഴിക്കാൻ പോകുന്നത് ആര് എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടിക്കഴിഞ്ഞു. പ്രമുഖ വ്യാപാരിയായ രംഗസ്വാമിയുടെ ആക്ട്രസ് കല്യാണിയെ കല്യാണം കഴിക്കാൻ പോകുന്നെന്ന്. I'm very happy to congratulate the parents achieving students. ആരാ പറഞ്ഞേ? ടിവിയിൽ കണ്ടതാ. ആദ്യം ഫോൺ എടുത്ത് ന്യൂസ് കാണ്. നോക്ക്, നിന്റെ ഹീറോ കറക്റ്റ് ആയിട്ട് ഹീറോയിനെ തന്നെ പിടിച്ചു. പാവ ഹീറോയിൻ അല്ലേ? Being successful in academics നിങ്ങൾ ഒരാളുമായി ഇഷ്ടത്തിലാണെന്ന കാര്യം സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. അതെ, ഞാനൊരാളെ സ്നേഹിക്കുന്നത് സത്യമാണ്. നിങ്ങൾ കല്യാണി തമ്മിൽ ഇഷ്ടത്തിലാണ് കേട്ടോ. സത്യമാണ്. ഇതെപ്പോഴാണ് ഈ വീഡിയോ എടുത്തത്? ഇത് വീഡിയോ അല്ല, ടിവി ന്യൂസാ. നടി കല്യാണി വിവാഹിതയാണ്. വ്യവസായ പ്രമുഖൻ രംഗസ്വാമിയുടെ മകൻ ഭാസ്കറുമായാണ് നടി വിവാഹിതയായത്. ഇക്കാര്യം നടി കല്യാണി രംഗസ്വാമിയുടെ മകൻ ഭാസ്കർ തമ്മിൽ രഹസ്യ വിവാഹം കഴിച്ചതായി ഭാസ്കർ എന്റെ മോനം പോവാ. രംഗസ്വാമിയുടെ മകൻ രംഗസ്വാമി, സൺ ഓഫ് രംഗസ്വാമി. കൂടി എന്റെ പേരും ചേർന്നല്ലേ വരുന്നേ. പേപ്പറിൽ തിരുത്തി കൊടുത്താലോ മുതലാളി? എന്താന്ന്? വ്യവസായി ഭാസ്കരൻ രംഗസ്വാമിയുടെ മകനല്ലെന്നോ? ഡാ, ഈ നാണം കെട്ട കാര്യം ചെയ്യാൻ വേണ്ടിയാണോ ഈ കുരങ്ങന്മാരെല്ലാം കൂട്ടിക്കൊണ്ട് നീ ഓണിച്ചേരിക്ക് പോയത്? എടുക്കടാ അങ്ങോട്ട്. ഹലോ ഹലോ, ഭാസ്കർ സാറുണ്ടോ? ഞാൻ ആക്ട്രസ് കല്യാണി മാഡത്തിന്റെ മാനേജരാ. ഭാസ്കർ സാറിനോട് സംസാരിക്കണം എന്ന് പറഞ്ഞു മാഡം. ഇപ്പൊ സംസാരിക്കാൻ പറ്റൂല, മുതലാളി തെറിയേക്കുന്ന തിരക്കില്ല. നിങ്ങളുടെ മാറ്ററാ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ആരുടെ ഫോണില്? ഇതാ നോക്ക് മുതലാളി, ഒരാൾ ഫോണിൽ സംസാരിക്കുമ്പോ ആരാ എന്താന്ന് ചോദിക്കാൻ പാടില്ല. അങ്ങനെ ചോദിച്ചാൽ അത് മാനേഴ്സും ഇല്ല എന്നാ. അങ്ങനെയാണ് കൊച്ചു മുതലാളി പറഞ്ഞിരിക്കുന്നത്. ഹലോ ഹലോ, ഞാൻ ആക്ട്രസ് കല്യാണിയാണ്. എന്തിനാണ് ഇങ്ങനെ ഒരു നുണ പറഞ്ഞ് എനിക്ക് ചീത്ത പേര് വാങ്ങി തന്നത്? ഞാൻ ഭാസ്കർ അല്ല, ഭാസ്കറിന്റെ അച്ഛൻ രംഗസ്വാമിയാണ്. അതൊരു ചെറിയ തെറ്റ് പറ്റിയതാണ്. നിന്റെ പേരിൽ ഒരു ബിയർ ഉണ്ടല്ലോ, അതേ പറ്റിയാണ് എന്റെ മോൻ സംസാരിച്ചത്. അത് ഈ മീഡിയക്കാരും മറ്റുള്ളവരും തെറ്റിദ്ധരിച്ചതാണ്. ഇപ്പൊ എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം? എന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ആള് എന്നെ തെറ്റിദ്ധരിച്ച് ഈ കല്യാണമേ വേണ്ടെന്ന് പറഞ്ഞു. വിഷമിക്കേണ്ട മോളെ, ഇക്കാര്യം കൊണ്ട് നിന്റെ കല്യാണം മുടങ്ങില്ല. നിങ്ങൾ രണ്ടുപേരും കല്യാണം നടത്തി തരേണ്ടത് എന്റെ ബാധ്യതയാണ്. ഓക്കെ, താങ്ക് യു സർ. അങ്ങനെ സ്ട്രോങ് ആയിട്ട് തീരുമാനം എടുക്കും മുതലാളി. വലിയ മുതലാളിക്ക് എന്ത് ബുദ്ധിയല്ലേ മുതലാളി? കല്യാണ കുടുംബം സാധാരണ കുടുംബമല്ല. അമ്മ മുസ്ലിം, അച്ഛൻ പഞ്ചാബി, ചേട്ടൻ ക്രിസ്ത്യാനി. പക്ഷെ കല്യാണി മാത്രം പക്ക ഹിന്ദു. ഇങ്ങനത്തെ മരുമകളെ നമ്മുടെ വീട്ടിലേക്ക് വരാണ്ട് മുതലാളി. ഒറ്റ ചവിട്ടിന് മോന്തര ഷേപ്പ് മാറ്റും. എടാ, ഇവരെ തല്ലുന്ന കാര്യം പിന്നെ ആവട്ടെ. ആദ്യം ആ നടിയെ കല്യാണം കഴിക്കാനിരിക്കുന്ന പയ്യനെ കണ്ട് അവന്റെ കാലം വീണ്ടായാലും നടന്ന സംഭവം പറഞ്ഞ് അവരെ ഒന്നാക്കാൻ നോക്കാം. അവളെ ലവർ എവിടെയെങ്കിലും കൈയും കാലം ഒടിച്ച് കൊണ്ടുവരാ. വാ. ആദ്യം ഊമാരുടെ കയ്യും കാര്യം തല്ലി ഒടിച്ചിട്ട് നീ തന്നെ പോകാൻ നോക്കാം. ഭാസ്കർ സാർ, നിങ്ങൾ പെട്ടെന്ന് സിദ്ധാർത്ഥിനെ കാണാൻ വന്നതിന് കാരണം എന്ന് പറയുമോ? ഭാസ്കർ സാർ, നിങ്ങളും കല്യാണിയും തമ്മിലുള്ള സ്നേഹബന്ധത്തെ എതിർത്ത മുൻകാമകൻ സിദ്ധാർത്ഥിനെ തനിയെ കാണാൻ വന്നത് സമാധാന ചർച്ചയ്ക്കോ അതോ വിരട്ടാനോ?
സിദ്ധാർത്ഥ് ഞാൻ ഒരുമിച്ച് വന്നതിനുള്ള മറുപടി പറയാം. കല്യാണിയെ തനിക്ക് വിട്ടുതരണമെന്ന് പറയാൻ ഭാസ്കർ നേരിട്ട് വന്നിരിക്കുകയാണ്. സിദ്ധാർത്ഥ് കല്യാണിയെ വിട്ടുകൊടുക്കുമോ ഇല്ലയോ? കല്യാണി സിദ്ധാർത്ഥിനോ ഭാസ്കറിനോ അല്പസമയത്തിനുള്ളിൽ അറിയാം. 15% ഗ്രോത്ത് ഓവർ ദ ലാസ്റ്റ് ഇയർ. സർ, നിങ്ങളെ കാണാൻ ഭാസ്കർ എന്നൊരാൾ വന്നിട്ടുണ്ട്. ഇപ്പൊ കാണാൻ പറ്റില്ലെന്ന് പറ. ഓക്കെ സർ. മിസ്റ്റർ സ്റ്റീഫൻ, യുവർ പെർഫോമൻസ് ഹാസ് ടു ബി കോൺട്രിബ്യൂട്ടഡ് അലോങ് വിത്ത് മൈ ടാലന്റ്. സോറി, എന്റെ പേര് ഭാസ്കർ. ഞാൻ എനിക്ക് വേണ്ടി വന്നതല്ല, നിങ്ങൾക്ക് വേണ്ടി വന്നതാണ്. ഞാൻ കുടിക്കണ ബീറും നിങ്ങളുടെ ലവറുടെ പേരും ഒന്നായതുകൊണ്ട് ഒന്നും പറയണ്ട. ഗെറ്റ് ലോസ്റ്റ്. സിദ്ധാർത്ഥ് സാർ, I said you get out. Rascal. We get on weakness. I'm not gonna give up. Cause I'm a bad rascal. Chop off your. നമസ്കാരം. പ്രധാന വാർത്തകൾ. നടി കല്യാണിയുടെ പ്രണയബന്ധത്തിൽ പുതിയ വഴിത്തിരിവ്. നടിയുടെ മുൻ കാമുകൻ സിദ്ധാർത്ഥിനെ ഇപ്പോഴത്തെ കാമുകൻ ഭാസ്കർ അവരുടെ ഓഫീസിൽ ചെന്ന് കയ്യും കളിഞ്ഞു വിട്ടു. ക്യാമറ തല്ലി പിടിക്കും. അവന്റെ കാര്യം കഴിഞ്ഞ് സിദ്ധാർത്ഥിന്റെ ഓഫീസിൽ നിന്നും നമ്മുടെ റിപ്പോർട്ടർ ശ്രീറാം എന്തു പറയുന്നെന്ന് നമുക്ക് കേൾക്കാം. ശ്രീറാം, അവിടെ എന്താണ് നടക്കുന്നത്? വിശദാംശങ്ങൾ പറയാം. സിനിമയിൽ പോലും കാണാത്ത ഒരു സ്റ്റണ്ടാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കല്യാണി വിട്ടുകൊടുക്കൽ എന്ന് പറഞ്ഞ മുൻ കാമുകൻ സിദ്ധാർത്ഥിനെ ഇപ്പോഴത്തെ കാമുകൻ ഭാസ്കർ മർദ്ദിക്കുന്ന കാഴ്ചയാണ്. ടിവിക്ക് വേണ്ടി ക്യാമറമാൻ രാമനോടൊപ്പം സുന്ദർ ശ്രീറാം. ഇവന്റെ അടുത്തൊന്നും അടിമേടിക്കാത്തപ്പോ ഞാൻ മാത്രമേ ഉള്ളൂ. നിന്റെ അച്ഛൻ ആരെങ്കിലും അടിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാവും. നീയും നിന്റെ മുത്തച്ഛനും അച്ഛനെ തെറ്റിദ്ധരിച്ചിരിക്കുക. ആകാശ്, ഇതാണോ നിന്റെ അമ്മ? നിന്റെ അച്ഛന്റെയും ഈ പുതിയ അമ്മയുടെയും കല്യാണപ്പഴ. ഏയ്, നിനക്കെന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ആകാശിന്റെ അച്ഛനോട് പോയി ചോദിക്ക്. ആകാശ്, നീ ചെല്ല്. നീ ആരടി മേരിക്കോമോ? കൈ എടുക്കടാ. എടുത്തില്ലെങ്കിൽ എടുപ്പിക്കും ഞാൻ. ദേഹത്ത് കൈ വെക്കുന്നു. അവനോട് വീട് വാ പോവാ. വരൂ ഭാസ്കർ, നിങ്ങളെയും ശിവാനിയുടെ അമ്മയെയും വെയിറ്റ് ചെയ്യുമായിരുന്നു. എന്തു പറ്റിയെന്നോ? ദേ നോക്ക്, എന്റെ മോന്റെ മൂക്ക് അടിച്ചു പിടിച്ചിരിക്കുന്നേ. Sayya mase ruko ruko sayya sayya. Sayya mase ruko ruko sayya sayya. എന്തിനടിച്ച്? അഹങ്കാരം. പെൺകുട്ടിയാണോ അവള്? നിന്നെ. പ്ലീസ് മാഡം, നീ പറ, എന്തിനാ നിന്നെ അടിച്ചേ? എന്റെ മോൻ വെറുതെ നിൽക്കുമായിരുന്നു. ഒരു കാര്യമില്ലാതെ അവള് വന്ന് ഇടിച്ചതാ. വെറുതെ ഇരിക്കണ ആരെങ്കിലും വന്ന് അടിക്കൂ? നീ എന്തെങ്കിലും തെറ്റ് ചെയ്തോ? തെറ്റ് ചെയ്തത് അവള്. എന്നിട്ട് ഇവനോട് എന്തിനാ ചോദിച്ചോണ്ടിരിക്കുന്നേ? മാഡം, അങ്കിൾ, ഇവനാ ആകാശിനെ കളിയാക്കാന്നും പറഞ്ഞ് ഞങ്ങളെ വിളിച്ചോണ്ട് വന്നത്. എങ്ങനെ ഇവനെ കളിയാക്കേ? നിങ്ങൾക്ക് ആക്ടേഴ്സ് കല്യാണിക്ക് എപ്പോഴാ കല്യാണമെന്ന് ടീസ് ചെയ്തു. ഞാൻ വേണ്ടെന്ന് പറഞ്ഞിട്ട് എന്റെ കൈ പിടിച്ച് തിരിച്ചു. അതുകൊണ്ടാ ഇടിച്ചേ. അതിന് ഒരു ആൺകുട്ടിയെ കൈ നീട്ടി അടിക്കാമോ? അച്ഛനില്ലാത്ത കുട്ടിയല്ലേ, വളർത്തിയതും അങ്ങനെയായിരിക്കും. നിന്നെ വെരി ഗുഡ്. ഇങ്ങനെ തന്നെ വേണം. പെമ്പിള്ളേരുടെ മേൽ കൈവച്ച് അടിക്കണം. അതാ അവളും ചെയ്തത്. അമ്മയുണ്ടോ അച്ഛനുണ്ടോ എന്നുള്ളതിലല്ല കാര്യം. പിള്ളേരെ നല്ലത് പറഞ്ഞു കൊടുത്ത് വളർത്തുന്നതില്ല. നിങ്ങൾ അവനൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് അവൻ ഈ കുട്ടിയുടെ മേൽ കൈവച്ചത്. കറക്റ്റ്. ഭാസ്കർ സാർ പറഞ്ഞതാ കറക്റ്റ്. ശിവാനി ഒരു തെറ്റും ചെയ്തിട്ടില്ല. പ്രോബ്ലം സോൾവ്ഡ്. എല്ലാവർക്കും ക്ലാസ്സിൽ പോവാം. ഓക്കെ, ബ്യൂട്ടിഫുൾ. എന്താടാ? നിന്നെ പോലൊരു മോൾ എനിക്ക് വേണമായിരുന്നു. ഇത് നോക്ക്, ആകാശം തെറ്റ് ചെയ്താലും ഇതുപോലെ തന്നെ ചെയ്യണം. ഓക്കെ? ശരി അച്ഛാ. അമ്മ വരാത്തത് നന്നായി. അമ്മ എങ്ങാനും വന്നിരുന്നെങ്കിൽ ഈ സ്കൂളിൽ നിന്ന് മാറ്റിയേനെ. മോള് വിഷമിക്കണ്ട, ഞാൻ അമ്മോട് പറഞ്ഞു.
അങ്ങനെയാണെങ്കിൽ നാളെ അമ്മേനെ വിളിച്ചുകൊണ്ട് സ്കൈ വാക്കിൽ വരാം. അച്ഛനും വരുവോ? ഓക്കെ, പ്രോമിസ്. പ്രോമിസ്. ഇത്രയും കോസ്റ്റ്ലി ആയ ഒരു ഫോൺ ബോധമില്ലാതെ ആരാ പൊട്ടിച്ചേ? ആര് പൊട്ടിച്ചാലും നിങ്ങൾക്കെന്താ? അതെ അതെ, ആര് പൊട്ടിച്ചാ നമുക്കെന്താ? മോള് നന്നായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ. ശിവാനി അവിടെ പോയിരുന്നേ പോ. ഇതുപോലത്തെ ഫോൺ തന്നെ വേണോ? വേറെ ധാരാളം ഉണ്ടല്ലോ. ഇവിടെ നോക്ക്, ചോദിച്ചത് തന്നാ മതി. ഓക്കെ, ഇതാ പിടിച്ചോളൂ. ശിവാനി വാ. സോറി 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 സോറി. ഇഡിയറ്റ്, സ്കൗണ്ടറൽ, ബ്ലഡി ഫൂൾ. ബോധമില്ലേ നിനക്ക്? കഴുതേ. ശിവാനി എന്തായി കാണിക്കുന്നത്? ഭ്രാന്താണോ? എനിക്കല്ലടെ ഭ്രാന്ത്, നിന്റെ അമ്മയ്ക്കേ ഭ്രാന്ത്. ശിവാനി, ശിവാനി. ഞാൻ തട്ടിയത് നിന്റെ അമ്മ എന്നെ എൻജോയ് ആയിട്ട് മിണ്ടാണ്ടിരിക്കുന്നു. നിനക്കെന്താ കുഴപ്പം? ശിവാനി. Hello everyone. Today we are here to speak about Benelli. Benelli is an international automobile brand which was developed in 1975. Madam. ഇപ്പൊ എന്താ? ഞാൻ അവരുടെ കൂടെ വഴക്കിന് പോകാതാണോ നിന്റെ പ്രശ്നം? അല്ല, ബാഡ് വേർഡ്സ് ഒക്കെ യൂസ് ചെയ്തല്ലോ. ഇതൊക്കെ എവിടുന്നാ നീ പഠിച്ചേ? ഞാൻ ബാഡ് വേർഡ്സ് പറഞ്ഞാണോ തെറ്റ്? അവൻ അമ്മേനെ ഇടിച്ചതിൽ വിഷമമില്ലേ? വിഷമിച്ചിട്ട് ഇപ്പൊ എന്താ കാര്യം? ഇപ്പൊ തന്നെ നീ കണ്ടില്ലേ, ചുറ്റിനും നിന്നവരൊക്കെ നോക്കി നിൽക്കായിരുന്നില്ലേ? അതിൽ ആരെങ്കിലും ഒന്ന് പ്രതികരിച്ചോ? അതാണ് നമ്മുടെ സൊസൈറ്റി. കഴിക്ക. അപ്പൊ ആ റൗഡി പറഞ്ഞ പോലെ ഞാനത് എൻജോയ് ചെയ്തു എന്ന് നിനക്ക് തോന്നിയോ? ശരി ശരി, അമ്മ കരയണ്ട, ഞാൻ കുടിച്ചോളാം. Motorcycle design from different countries. Also invite another brand. എന്താ നോക്കുന്നേ? അറിയാതെ തൊട്ടാന്ന് വിചാരിച്ചോ? അറിഞ്ഞോണ്ട് തന്നെയാ തൊട്ടത്. അറിയാതെ ഒഴിച്ചാന്ന് വിചാരിച്ചോ? അറിഞ്ഞോണ്ട് തന്നെയാണോ ഒഴിച്ചേ? തെണ്ടി. മമ്മി, മമ്മി, മമ്മി. Now, enjoy the ride. മമ്മി, മമ്മി,
ഭാസ്കർ സാർ എന്തിനാണ് അവരെ അടിക്കുന്നത്? അടി കൊണ്ടവനോട് ചോദിക്കും. എന്തിനാ നിങ്ങൾ അടിക്കുന്നത്? അടിച്ചവനോട് പോയി അടിച്ച അവനോ? എന്നോട് ചോദിക്കാൻ ഞാൻ പറയാം. പാർത്ഥ സാരഥി ഫ്രം ട്രിപ്പിളിക്കൻ. സുഖമല്ലേ? ഈ റൗഡി പിള്ളേര് ആ ചേച്ചിയെയും അവരുടെ കുട്ടിയെയും വല്ലാതെ ശല്യം ചെയ്തു. ഈ ജെന്റിൽമാൻ വന്നിട്ട് ഈ കാട്ടാളന്മാരെ നന്നായിട്ട് അങ്ങോട്ട് പെരുമാറി. ദാറ്റ് ഇസ് എ പ്രോബ്ലം ഓഫ് അവർ കൺട്രി. നോ സേഫ്റ്റി ഫോർ വിമൺ. എല്ലാരും പോയോ?